നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാർ പാപ്പാത്തിച്ചോരയിൽ വീണ്ടും കുരിശു സ്ഥാപിച്ച സ്പിരിറ്റ് ഇൻ ജീസസിന്റെ 2 പ്രവർത്തകർ അറസ്റ്റിൽ. ദേവികുളം സബ് കളക്ടർ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണോ എന്ന് സംശയിക്കുന്നതായി മന്ത്രി MM മണി. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ തമിഴ്നാട് നീക്കം ചെയ്തു. കമ്പംമെട്ടിൽ സംഘർഷാവസ്ഥ. ബൈസൺവാലി പഞ്ചായത്തിൽ കാട്ടാനശല്യം രൂക്ഷം. നാട്ടുകാർ സമരത്തിൽ. കാട്ടാനശല്യത്തിന് പരിഹാരം കാണുമെന്ന് ദേവികുളം DFO. ഹൈറേഞ്ചിന് ആവേശമായി ഹാഫ് മാരത്തോൺ. മാരത്തോൺ നടന്നത് നെടുങ്കണ്ടം മുതൽ രാമക്കൽമേട് വരെ. വാർത്തകൾ വിശദമായി. മൂന്നാർ പാപ്പാത്തിച്ചോലയിൽ വീണ്ടും കുരിശു സ്ഥാപിക്കുകയും പിന്നീട് എടുത്തുമാറ്റുകയും ചെയ്ത സംഭവത്തിൽ സ്പിരിറ്റ് ഇൻ ജീസസിന്റെ 2 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാപ്പാത്തിച്ചോലയിൽ ഇനിയും കയ്യേറ്റമുണ്ടാകാതിരിക്കാൻ പോലീസ് കാവൽ ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ പാപ്പാത്തിച്ചോലയിൽ സ്പിരിറ്റ് ഇൻ ജീസസ് സ്ഥാപിച്ചിരുന്ന കൂറ്റൻ കുരിശ് റവന്യൂ സംഘം നീക്കം ചെയ്തത്. ഇതിനു പിന്നാലെ ഇന്നലെ രാത്രി വീണ്ടും ഇവിടെ മരക്കുരിശ് സ്ഥാപിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ ഇത് നീക്കം ചെയ്തു. സംഭവവുമായി ബന്ധമില്ലെന്നായിരുന്നു സ്പിരിറ്റ് ഇൻ ജീസസിന്റെ നിലപാട്. എന്നാൽ സ്പിരിറ്റ് ഇൻ ജീസസ് പ്രവർത്തകരായ കൽപ്പറ്റ സ്വദേശി രാജു, രാജകുമാരി സ്വദേശി സെബാസ്റ്റ്യൻ എന്നിവരെ രാവിലെ പോലീസ് പാപ്പാത്തിച്ചോലയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. സ്പിരിറ്റ് ഇൻ ജീസസിന്റെ പ്രധാനിയായ ടോം സക്കറിയയുടെ ഉടമസ്ഥതയിലുള്ള പിക്കപ്പ് വാനിലാണ് ഇവർ പാപ്പാത്തിച്ചോലയിലെത്തിയത്. കുരിശ് സ്ഥാപിച്ചതും നീക്കം ചെയ്തതും തങ്ങളല്ലെന്ന നിലപാടാണ് ആദ്യം ഇരുവരും സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് ഇവർ കുറ്റം സമ്മതിച്ചു. വൈകിട്ടോടെ രാജുവിന്റെയും സെബാസ്റ്റ്യന്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യുകയാണ്. സംഭവത്തെക്കുറിച്ച് ദേവികുളം തഹസിൽദാർ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും പാപ്പാത്തിച്ചോലയിൽ കയ്യേറ്റമുണ്ടാകാതിരിക്കാൻ ഒരു ASIയുടെ നേതൃത്വത്തിൽ 10 പോലീസുകാരെ കാവലിന് നിയോഗിച്ചു. പാപ്പാത്തിച്ചോലയിൽ സർക്കാർ ഭൂമി അളന്നുതിരിച്ച് വേലി കെട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. ദേവികുളം സബ് കളക്ടർ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണോ എന്ന് സംശയിക്കുന്നതായി വൈദ്യുതി മന്ത്രി MM മണി. കയ്യേറ്റമൊഴിപ്പിക്കലിന്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കുമളിയിൽ പറഞ്ഞു. പൊളിച്ചത് സബ് കളക്ടറാണല്ലോ പൊളിച്ചത്. അങ്ങനെ വലിയ ലക്ഷണം ഉണ്ടാകാൻ ചിലപ്പം വഴിയുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചെന്നാൽ ഈയിടെ അവിടെ ഈ കുരിശിനെ പറ്റി ആകെ വാർത്ത വന്നത് ഈ BJPയുടെ പത്രത്തിനകത്താണ്. BJPക്കാർ പ്രസ്താവന ഇറക്കി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും മന്ത്രിമാരും അവിടെ വരവ്, അവിടെ നമ്മൾ മൂന്നാർ നന്നാക്കൽ, കുമ്മനം രാജശേഖരൻ്റെ പരിപാടി, ഇതെല്ലാം ഈ അടുത്ത നാളിൽ അവിടെ നടന്നിട്ടുണ്ട്. അതും ഇതുമെല്ലാമായി ബന്ധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ന്യായമായ സംശയമുണ്ട്. എങ്ങനെയും കുരിശു പൊളിച്ച് കുളമാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. കുരിശുപൊളിയും ഇറച്ചി തിന്നതിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നവരുടെ കളിയും വേറെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം. അതുകൊണ്ട് ഇവിടെ ഈ ജില്ലയിൽ എത്ര പള്ളി, എത്ര അമ്പലം, എത്ര കുരിശ്, എത്ര ശൂലം പട്ടയവസ്തുവിനകത്തുണ്ടെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കും. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോഴും പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറിയിരിക്കുന്നത് ഒഴിപ്പിക്കുവാൻ നടപടിയില്ല. 30 മീറ്ററോളം വീതിയിൽ ഒഴുകിയിരുന്ന പുഴയ്ക്ക് നിലവിൽ അവശേഷിക്കുന്നത് 10 മീറ്റർ വീതി മാത്രമാണ്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് റവന്യൂ വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കുമ്പോൾ ഇന്നും കയ്യേറ്റങ്ങൾ കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമായ പന്നിയാർപ്പുഴ. പൂപ്പാറ ഭാഗത്ത് പന്നിയാർപ്പുഴയിലേക്ക് ഇറക്കി കെട്ടിടങ്ങൾ നിർമ്മിച്ച് പതിറ്റാണ്ടുകളായി കയ്യേറ്റം നടക്കുന്നത്. മുമ്പ് 30 മീറ്ററിലധികം വീതിയിൽ നിറഞ്ഞൊഴുകിയിരുന്ന പന്നിയാർപ്പുഴയ്ക്ക് പൂപ്പാറ ഭാഗത്ത് 10 മീറ്ററിൽ താഴെയാണ് ഇപ്പോഴുള്ള വീതി. ബാക്കിയുള്ള ഭാഗം കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുകയുമാണ്. മാത്രവുമല്ല, ഈ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും മാലിന്യങ്ങൾ PVC പൈപ്പുകൾ സ്ഥാപിച്ച് ഒഴുക്കിവിടുന്നത് പുഴയിലേക്കാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സമയത്ത് രാജാക്കാട്, രാജകുമാരി, ശാന്തൻപാറ, സേനാപതി തുടങ്ങിയ പഞ്ചായത്തുകളിൽ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്നതും പുഴയെയാണ്. വലിയ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന മാലിന്യ നിക്ഷേപവും കയ്യേറ്റവും ഒഴിപ്പിച്ച് പുഴ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തതിനെ തുടർന്ന് കമ്പംമെട്ടിൽ സംഘർഷാവസ്ഥ. കമ്പംമെട്ട് അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന കൊടിമരങ്ങളാണ് ഇന്ന് വൈകിട്ട് നീക്കിയത്. കമ്പംമെട്ട് അതിർത്തിയിൽ തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റമാണുണ്ടായത്. സംസ്ഥാന അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ അറുത്തുമാറ്റി. മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ ഉടലെടുത്തു. തടയാനെത്തിയ കമ്പംമെട്ട് SI ഷനിൽകുമാറിനെ തമിഴ്നാട് പോലീസ് കയ്യേറ്റം ചെയ്തു. വൈകിട്ട് 5 മണിയോടെയാണ് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും റവന്യൂ അധികൃതരുമടങ്ങുന്ന 100 അംഗ സംഘം കമ്പംമെട്ട് അതിർത്തിയിൽ കടന്നുകയറി ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമം നടത്തിയത്.
മുന്നറിയിപ്പില്ലാതെ എത്തിയ സംഘം CPM, INTUC, BJP എന്നീ സംഘടനകൾ അതിർത്തിയിൽ കേരളത്തിന്റെ സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന കൊടിമരങ്ങൾ ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം CPM സ്ഥാപിച്ച കൊടിമരവും വർഷങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന മറ്റ് സംഘടനകളുടെയും കൊടിമരങ്ങളാണ് നീക്കം ചെയ്തത്. പഞ്ഞിമരത്തിൽ ഉയർത്തിയിരുന്ന BJPയുടെ പതാക അരുവാത്തൊട്ടി ഉപയോഗിച്ചാണ് നശിപ്പിച്ചത്. അറുത്തുമാറ്റിയ പൈപ്പുകളും കൊടിയും മറ്റും തമിഴ്നാടിന്റെ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു. വർഷങ്ങളായി ചെക്ക് പോസ്റ്റിന് സമീപം നിന്നിരുന്ന വഴിവിളക്ക് അറുത്തുമാറ്റുന്നതിനും അവിടെ തന്നെ ഉണ്ടായിരുന്ന പെട്ടിക്കട പൊളിച്ചുമാറ്റുന്നതിനും ശ്രമം നടന്നു. വിവരമറിഞ്ഞെത്തിയ കമ്പംമെട്ട് പോലീസ് തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിനിടെ തമിഴ്നാട് പോലീസ് കമ്പംമെട്ട് SIയെ തള്ളിമാറ്റുകയായിരുന്നു. ഉത്തമപാളയം തഹസിൽദാർ, ഉത്തമപാളയം സർക്കിൾ ഇൻസ്പെക്ടർ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വൻ ഉദ്യോഗസ്ഥ സംഘം കമ്പംമെട്ടിലെത്തിയത്. ഇവർക്കൊപ്പം തമിഴ്നാട്ടിൽ നിന്നുമുള്ള മാധ്യമപ്രവർത്തകരെയും എത്തിച്ചിരുന്നു. പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നതിനാൽ കമ്പംമെട്ട് ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നില്ല. ഇത് മുൻകൂട്ടി മനസ്സിലാക്കി ആസൂത്രിതമായാണ് തമിഴ്നാട് അതിർത്തിയിൽ കടന്നുകയറാൻ ശ്രമം നടത്തിയത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടാന വിളയാട്ടത്തിൽ നശിച്ചത് 100 ഏക്കറിലധികം കൃഷി. നഷ്ടമായത് പ്രദേശത്തെ നിരവധി കർഷകരുടെ സ്വപ്നങ്ങളാണ്. കഴിഞ്ഞ 2 മാസക്കാലമായി ഉറക്കമില്ലാത്ത രാത്രികളാണ് ബൈസൺവാലി നിവാസികൾക്ക്. 2 മാസത്തിനുള്ളിൽ 100 ഏക്കറിലധികം വരുന്ന കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. പഞ്ചായത്തിലെ തികച്ചും കാർഷിക മേഖലയായ കൊങ്ങിണി സിറ്റി, മുട്ടുകാട്, 40 ഏക്കർ, ജോസ്ഗിരി, അരമനപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ 18ഓളം വരുന്ന കർഷകരുടെ 100 ഏക്കറിലധികം വരുന്ന കൃഷിയാണ് നശിപ്പിച്ചിട്ടുള്ളത്. ഒറ്റപ്ലായ്ക്കൽ സജി, വെട്ടുകല്ലൽ ജോയി, മുരിങ്ങയിൽ തങ്കച്ചൻ, കാക്കനാട്ട് മൈക്കിൾ, വലിയ താഴത്ത് സജി, കോയിക്കാത്തറ സ്റ്റീഫൻ, വെട്ടുകല്ലൽ ജോർജ്, തയ്യിൽ അപ്പച്ചൻ, വിരിപ്പിൽ രാമർ, തയ്യിൽ സണ്ണി, ചിറക്കൽ ജോയി, മൈലപ്പറമ്പിൽ ജെയിംസ്, വേഴാമ്പൽ തോട്ടം കുഞ്ഞുമോൻ, കാഞ്ഞിരത്തിങ്കൽ ശ്രീനി, പറത്താനത്ത് ശ്രീധരൻ, പറത്താനത്ത് നാരായണൻ, മയിൽവാഹനത്തിൽ ജോസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലെ ഏത്തവാഴ, ഏലം, മറ്റ് കൃഷികൾ എന്നിവ വ്യാപകമായി നശിപ്പിച്ചു. വരുന്ന ഓണക്കാലത്തെ ലക്ഷ്യം വെച്ച് ബാങ്ക് വായ്പ എടുത്ത് നടത്തിയ കൃഷിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ദുരിതം കർഷകർക്ക് സമ്മാനിച്ച കാട്ടാന വിളയാട്ടം തുടരുമ്പോഴും ഇവയെ കാട്ടിൽ കയറ്റിവിടുന്നതിനും കർഷകർക്ക് സഹായം നൽകുന്നതിനും ബന്ധപ്പെട്ടവർ വേണ്ട നടപടി സ്വീകരിക്കുന്നുമില്ല. മാത്രവുമല്ല, കാട്ടാനശല്യം രൂക്ഷമായതോടെ 4ഓളം വരുന്ന തമിഴ് കർഷകർ ഇവിടെ നിന്നും വീടും കൃഷിയും ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. വിരിപ്പിൽ താമസക്കാരായ രാമർ, സുന്ദരം, മണി എന്നീ കർഷകരാണ് പതിറ്റാണ്ടുകൾ കൊണ്ട് കഷ്ടപ്പാടുകൾ സഹിച്ച് കൃഷി ചെയ്തു വന്നിരുന്ന കൃഷിയിടവും വീടും സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് തിരിച്ചുപോയിരിക്കുന്നത്. കാട്ടാനയെ കാട്ടിൽ കയറ്റിവിടുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നാളുകളിൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ബൈസൺവാലിയിലെ കാട്ടാന ശല്യം ദേവികുളം DFO സ്ഥലത്തെത്തി ചർച്ച നടത്തി. കാട്ടാനയെ കാട്ടിൽ കയറ്റിവിടുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും സമീപ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി ജനപങ്കാളിത്തത്തിൽ കാട്ടാനയെ തിരിച്ച് കാട്ടിലെത്തിക്കുമെന്നും DFO ഉറപ്പു നൽകി. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയ ബൈസൺവാലിയിലെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും തുടർന്ന് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളും ചേർന്ന് കഴിഞ്ഞ ദിവസം ദേവികുളം DFO ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. തുടർന്ന് കാട്ടാനയെ കാട്ടിൽ കയറ്റിവിടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് DFO ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DFO നരേന്ദ്രബാബു IFS ജോസിഗിരിയിൽ എത്തുകയും നാട്ടുകാരും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്തത്. നമ്മളുടെ സ്റ്റാഫ് റേഞ്ചിലുള്ള എല്ലാ സെക്ഷനും ഇപ്പൊ ഇത് വന്നിട്ട് ബോഡിമേഡ് സെക്ഷനിലുള്ളതാണ്. മീതിയുള്ള 5 സെക്ഷൻ സ്റ്റാഫും ഇവിടെ ആന ഓടിക്കാനുണ്ട്. വൈകുന്നേരം ആയാലും പകലായാലും 20 പേരുണ്ട്. ഈ 20 പേര് മാത്രം ഓടിച്ചിട്ട് ആനയെ ഓടിക്കാൻ പറ്റില്ല. ആൾക്കാരുടെ സഹകരണം വേണം. രാജാക്കാട്, രാജകുമാരി, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി. അടുത്ത ദിവസങ്ങളിൽ തന്നെ ആനയെ വന്ന വഴിക്ക് തിരിച്ചു കാട്ടിലെത്തിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. ഹൈറേഞ്ചിന് ആവേശമായി ഹാഫ് മാരത്തോൺ നടന്നു. നെടുങ്കണ്ടം മുതൽ രാമക്കൽമേട് വരെയാണ് ആവേശകരമായ മാരത്തോണിന് വേദിയായത്. നെടുങ്കണ്ടം ജനമൈത്രി പോലീസ്, നെടുങ്കണ്ടം, കരുണാപുരം, പാമ്പാടുംപാറ പഞ്ചായത്തുകൾ, പൗരാവലി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാരത്തോൺ നടന്നത്. രാമക്കൽമേടിന് ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം നൽകുക, സമീപ മേഖലകളിലെ ടൂറിസം സാധ്യതകൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുക, ലഹരി, പ്ലാസ്റ്റിക് വിരുദ്ധ ബോധവൽക്കരണം നടത്തുക എന്നിവയായിരുന്നു ലക്ഷ്യം. പെൺകുട്ടികളും കൌമാരപ്രായക്കാരും മുതൽ 58കാരൻ വരെ ഹാഫ് മാരത്തോണിലെ കണ്ണിയായി. 65 പേരാണ് മാരത്തോണിൽ പങ്കെടുത്തത്. ഇതിൽ 55 പേർ ഫിനിഷ് ചെയ്തു. രാവിലെ 8 മണിക്ക് നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ സിനിമാ താരം ജാഫർ ഇടുക്കി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സംഘാടക സമിതി ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ എന്നിവർ ഓട്ടത്തിന് തുടക്കം കുറിച്ചു. ആശാരിക്കണ്ടം, ഹോളിക്രോസ് ജംഗ്ഷൻ, KSRTC എന്നിവ വഴി ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയ ശേഷം താന്നിമൂട്, മുണ്ടിയരുമ, തൂക്കുപാലം വഴിയാണ് ഓട്ടം നടന്നത്. 1 മണിക്കൂർ 6 മിനിറ്റ് സമയം കൊണ്ട് കണ്ണൂർ സ്വദേശിയായ ഷിജു CB മാരത്തോൺ വിജയിയായി. പാലക്കാട് സ്റ്റാർ അത്ലറ്റിക്സ് ക്ലബിലെ വിജയ്, സച്ചിൻ NS, ഷാബിർ S എന്നിവർ 2, 3, 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മാരത്തോൺ വിജയിയായ ഷിജുവിന് 25,000 രൂപയും ട്രോഫിയും, 2ാം സ്ഥാനത്തിന് 15,000 രൂപയും ട്രോഫിയും,
മൂന്നാം സ്ഥാനത്തിന് 10,000 രൂപയും ട്രോഫിയും, മാരത്തോൺ പൂർത്തിയാക്കിയ എല്ലാവർക്കും പ്രശസ്തി പത്രവും സമ്മാനിച്ചു. പൊതുജനങ്ങൾ ഏറെ ആവേശപൂർവ്വമാണ് മാരത്തോണിനെ വരവേറ്റത്. തിരുവല്ലപ്പടി, തൂക്കുപാലം, ചോറ്റുപാറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനും കുടിവെള്ളം നൽകാനും നാട്ടുകാർ ഉണ്ടായിരുന്നു. മാരത്തോണിൽ പങ്കെടുത്തവർ ഉൾപ്പെടെ 1000-ഓളം പേർക്ക് ഭക്ഷണവും ഒരുക്കിയിരുന്നു. വൈദ്യുതി മന്ത്രി എം മണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ജോയിസ് ജോർജ് MP അധ്യക്ഷനായിരുന്നു. ജാഫർ ഇടുക്കി മുഖ്യപ്രഭാഷണം നടത്തി. ജനമൈത്രി SI PK ആസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വ്യാപാരി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈറേഞ്ചിലെ പാവൽ കർഷകർ പ്രതിസന്ധിയിൽ. കനത്ത വേനലിൽ പാവൽ തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങിയതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ഹൈറേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിലായി ഏക്കർ കണക്കിന് പാവൽത്തോട്ടങ്ങളാണ് കനത്ത വേനലിൽ നശിച്ചത്. ഇതിലൂടെ വൻ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. കട്ടപ്പന ആഞ്ഞിലിപ്പാലം ചെന്നലത്തുകുന്നേൽ തോമസ് എബ്രഹാമിന്റെ 20 സെന്റ് സ്ഥലത്തെ പാവൽ കൃഷി പൂർണ്ണമായും ഉണങ്ങി നശിച്ചു. ഭേദപ്പെട്ട വില ലഭിക്കുന്നതിനാൽ നഷ്ടം കൂടാതെ കൃഷിയുമായി മുന്നോട്ടു പോകാമെന്ന ധാരണയിൽ കഴിയുമ്പോഴാണ് അജ്ഞാത രോഗത്താൽ പാവൽ മുഴുവനായി ഉണങ്ങിക്കരിഞ്ഞത്. 80 ചുവട് പാവലാണ് തോമസ് കൃഷി ചെയ്തിരുന്നത്. വലകെട്ടി സംരക്ഷിച്ചു പോന്നിരുന്ന പാവലിൽ നിന്ന് 2 തവണ മാത്രമാണ് വിളവെടുക്കാനായതും. 10,000 രൂപയിലധികം മുടക്കി കൃഷിയിറക്കിയെങ്കിലും മുടക്കുമുതൽ പോലും നേടാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. തങ്കമണി, മുരിക്കാശ്ശേരി തുടങ്ങിയ മേഖലകളിലും പാവൽ കൃഷി ഇത്തരത്തിൽ നശിച്ചിട്ടുണ്ട്. മുൻവർഷം കേടുബാധിച്ചതിനാൽ അതിനെ അതിജീവിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇത്തവണ കർഷകർ കൃഷിയിറക്കിയത്. കഴിഞ്ഞ വർഷം 27,000 രൂപയുടെ വിളവ് കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ കൃഷി നഷ്ടത്തിലായതിന്റെ നിരാശയിലാണ് തോമസ്. ആഴ്ചയിൽ ശരാശരി 8 കിലോഗ്രാം വീതം 4 മാസക്കാലം വിളവ് ലഭിക്കാറുണ്ട്. ഇത്തവണ വിളവ് ലഭിച്ചു തുടങ്ങിയപ്പോൾ തന്നെ രോഗം തിരിച്ചടി നൽകുകയായിരുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് പാവയ്ക്കായ്ക്ക് ഇത്തവണ ഭേദപ്പെട്ട വില ലഭിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല. വിപണിയിൽ പാവയ്ക്കയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഇടനിലക്കാരുടെ ചൂഷണത്തിന് വിധേയരാകുന്ന കർഷകരുടെ പക്കൽ തുച്ഛമായ തുക മാത്രമാണ് എത്തുന്നതെന്നും തോമസ് പറഞ്ഞു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകരെ SFI വിദ്യാർത്ഥികൾ 4 മണിക്കൂർ തടഞ്ഞുവെച്ചു. ഇടുക്കി പോലീസ് എത്തിയാണ് ഇവരെ മോചിപ്പിച്ചത്. പരീക്ഷയ്ക്കിരിക്കുവാൻ ആവശ്യമായ ഹാജർ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കമ്പ്യൂട്ടർ സയൻസ് മേധാവി ഉൾപ്പെടെ 4 പേരെ SFI പ്രവർത്തകർ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ പൂട്ടിയിട്ടത്. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. തുടർന്ന് രാത്രി 9:30 ഇടുക്കി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സിവിച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി ഇവരെ മോചിപ്പിച്ചു. കമ്പ്യൂട്ടർ സയൻസ് മേധാവി സുമേഷ് ദിവാകരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഫിലുമോൻ, ഗണിതശാസ്ത്ര വിഭാഗം പ്രൊഫസർ S സുധീഷ്, ജീവനക്കാരൻ ബൈജു എന്നിവരെയാണ് കമ്പ്യൂട്ടർ റൂമിൽ പൂട്ടിയിട്ടത്. ക്ലാസ്സിൽ കയറാതിരുന്നതിനാൽ പല വിദ്യാർത്ഥികൾക്കും ആവശ്യത്തിന് ഹാജരില്ലായിരുന്നു. 75% ഹാജരുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതുവാൻ അനുവദിക്കുകയുള്ളൂ. എന്നാൽ വിദ്യാർത്ഥികളിൽ പലർക്കും 40% പോലും ഹാജരില്ലായിരുന്നു. ഹാജർ കൂട്ടി നൽകുവാൻ അധ്യാപകർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് SFI പ്രവർത്തകരായ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. അധ്യാപകരെ പൂട്ടിയിട്ട ശേഷം വിദ്യാർത്ഥികൾ മുറിക്ക് പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിച്ചു. കട്ടപ്പനയിൽ നടന്ന സമ്മർ ചിത്രകലാ പഠന ശിബിരം സമാപിച്ചു. 3 ദിവസങ്ങളിലായി കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ചിത്രകലാ പരിശീലനം നടന്നത്. കട്ടപ്പന നഗരസഭ, ഇല നേച്ചർ ക്ലബ്ബ്, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഇൻജക്ട് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ജന്മനാ സിദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജന്മനാ അവന് ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കഴിവിനെ നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് എത്രയോ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഏതൊരു കാര്യവുമായി മുമ്പോട്ട് പോകുമ്പോഴും പ്രതിസന്ധി സ്വാഭാവികമാണ്. ആ പ്രതിസന്ധികളിൽ മാതാപിതാക്കൾ തളർന്നു പോകരുത്. ആ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ താങ്ങി നിർത്താനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയണം. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ ഉപേക്ഷിക്കരുത്. അങ്ങനെ താങ്ങി നിർത്തിക്കൊണ്ട് പോയിരിക്കുന്ന ഒരു രക്ഷകർത്താവിനും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന് വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനായിട്ട് കഴിയും. സമ്മർ ചിത്രകലാ പഠന ശിബിരത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. 7 വയസ്സിൽ താഴെ പ്രായമുള്ളവരുടെ മത്സരത്തിൽ ആഗ്നലോ തോമസ്, സാവിയോ റജി, ആരോൺ ബേബി എന്നിവരും, 12 വയസ്സിൽ താഴെ പ്രായമുള്ളവരുടെ മത്സരത്തിൽ ഗൗരി S നായർ, ആദിത്യൻ രാജേഷ്, ആശിഷ് മാത്യു എന്നിവരും വിജയിച്ചു. 17 വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരത്തിൽ അബിൻ റോസ് വിനോദ്, ഡോൺ പോൾ, അരുൺ സണ്ണി എന്നിവർക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും നൽകി. മികച്ച ചിത്രത്തിനുള്ള സമ്മാനം ഡോൺ പോൾ വരച്ച ചിത്രത്തിന് ലഭിച്ചു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന നൽകുന്ന ക്യാഷ് പ്രൈസും ട്രോഫിയുമായിരുന്നു സമ്മാനം. ഏറ്റവും നല്ല ചിരിച്ചിത്രത്തിന് ചിരിക്ലബ്ബ് നൽകിയ ട്രോഫിയും ഡോൺ പോൾ കരസ്ഥമാക്കി. ജലസംരക്ഷണം എന്ന വിഷയത്തിലാണ് ചിത്രരചനാ മത്സരം നടന്നത്. സമാപന സമ്മേളനം കട്ടപ്പന നഗരസഭാ കൌൺസിലർ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ അധ്യക്ഷനായിരുന്നു. ഷാജി നെല്ലിപ്പറമ്പിൽ, സിജോ എവറസ്റ്റ്, സണ്ണി സ്റ്റോറിൽ, അനിൽ ഇലവന്തിക്കൽ, ഡൊമിനിക് വാലുകുന്നേൽ, അശോകൻ ഇലവന്തിക്കൽ,
ശ്രീജിത്ത് മോഹനൻ, ജാക്സൺ സ്കറിയ, രാജേഷ് സി രാജേന്ദ്രൻ, ഷിനോയി കാവുങ്കോട്ട്, ബിബിൻ സോമരാജൻ, സൈജോ ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ക്യാമ്പിന് കുമളിയിൽ തുടക്കമായി. വൈദ്യുതി മന്ത്രി എം മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ 34-ാം ഇടുക്കി ജില്ലാ സമ്മേളനം ഇന്നലെയും ഇന്നുമായാണ് കുമളി ഹോളിഡേ ഹോമിൽ വെച്ച് നടന്നത്. ഇന്ന് നടന്ന പൊതുസമ്മേളനം വൈദ്യുതി മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജനവിഭാഗത്തിനും കക്ഷിയും രാഷ്ട്രീയവും ജാതിയും മതവും നോക്കാതെ എല്ലാ പൗരന്മാരുടെയും അവകാശം സംരക്ഷിക്കാനുള്ള ബാധ്യതയും കർത്തവ്യവും നിങ്ങൾക്കുണ്ട്. ആ ബാധ്യതയും കർത്തവ്യവും നിങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഇ ജി മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. ഇ എസ് ബിജിമോൾ MLA, കെ എൻ അനിരുദ്ധൻ, എൻ എൻ പ്രസാദ്, എ ഡി മോഹൻദാസ്, പി ജി അനിൽകുമാർ, കെ കെ ജോസ്, കെ വി വിശ്വനാഥൻ, കെ എസ് ഔസേബ്, ശ്രീജു പി, ബൈജു പി കെ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നലെ നടന്ന കുടുംബസംഗമം പ്രശസ്ത സാഹിത്യകാരൻ യങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കവയിത്രി വി എസ് ബിന്ദു മുഖ്യപ്രഭാഷണവും നടത്തി. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി സൗത്ത് ജില്ലാ സമ്മേളനം നടന്നു. വൈദ്യുതി മന്ത്രി എം മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വനവും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനൊപ്പം ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതും വനപാലകരുടെ ഉത്തരവാദിത്വമാണ് വൈദ്യുതി മന്ത്രി എം മണി പറഞ്ഞു. ജില്ലയുടെ വിവിധ ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ്. മാങ്കുളം പോലെയുള്ള സ്ഥലങ്ങളിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട ജോലികളിൽ വനംവകുപ്പ് തടസ്സമുണ്ടാക്കി. പാവപ്പെട്ടവരെയും ആദിവാസികളെയും ദ്രോഹിച്ചിട്ടാകരുത് വനസംരക്ഷണ പ്രവർത്തനം നടത്തേണ്ടത്. സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മറ്റാർക്കോ വേണ്ടി പണി ചെയ്യുന്നതായി മന്ത്രി കുറ്റപ്പെടുത്തി. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നന്നായി നിങ്ങളുടെ സംഘടനത്തിന് അംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന നിലയിൽ പ്രിയപ്പെട്ട ജീവനക്കാരിൽ ഫോറസ്റ്റ് വനപാലകരായ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ബി സന്തോഷ് അധ്യക്ഷനായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഫോറസ്റ്റ് മെഡൽ ജേതാക്കളെ ഇ എസ് ബിജിമോൾ MLA ആദരിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജയകുമാറിന് ഡോക്ടർ അമിത് മാലിക് ഉപഹാരം സമർപ്പിച്ചു. ദീപക് മിശ്ര, MS ജയരാമൻ, എൻ ശ്രീകുമാർ, കിഷൻകുമാർ, സി ബാബു, CR സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഏലപ്പാറ ടൗൺ അനധികൃത പാർക്കിംഗിൽ വീർപ്പുമുട്ടുന്നു. പഞ്ചായത്തിന്റെ നിരോധനാജ്ഞ മറികടന്നാണ് റോഡിന്റെ ഇരുവശവും വാഹനങ്ങൾ നിർത്തിയിടുന്നത്. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പ്രധാന കവാടമാണ് ഏലപ്പാറ. ഏലപ്പാറ ടൗൺ വാഹന പാർക്കിംഗ് കാരണം വീർപ്പുമുട്ടുകയാണ്. നേരം പുലർന്നാൽ ഗതാഗതക്കുരുക്കും അപകടവും ഇവിടെ നിത്യസംഭവമാണ്. ഏലപ്പാറ ടൗണിലെ വീതി കുറഞ്ഞ റോഡരികിലാണ് വാഹനങ്ങൾ അനധികൃതമായി നിർത്തിയിടുന്നത്. റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇരുവശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഏലപ്പാറയിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതാണ് ഗതാഗതക്കുരുക്കിന് മുഖ്യ കാരണം. ടൗണിൽ അപകടം നിത്യസംഭവമായതിനെ തുടർന്ന് പഞ്ചായത്ത് ടൗണിലെ പാർക്കിംഗ് നിരോധിച്ചിരുന്നു. എന്നാൽ ഇത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അട്ടിമറിച്ചു. ഈ റോഡിന്റെ ഇരുവശങ്ങളിലും അനധികൃത പാർക്കിംഗ് തുടരുകയാണ്. അപ്പം പഞ്ചായത്തിന്റെ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു 2 തവണ അവർ ശ്രമിച്ചു. പുതിയ ഭരണസമിതി വന്നതിന് ശേഷം 2 തവണ ശ്രമിച്ചു. ഒരു തവണ കംപ്ലീറ്റ് ഇവിടെ എല്ലാം നോട്ടീസ് പതിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസോ അല്ലെങ്കിൽ പോലീസ് അധികാരികളുടെ ശ്രദ്ധയിൽ പഞ്ചായത്ത് അധികാരികൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ വാഹനങ്ങൾ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ബൈക്കുണ്ട്. ബൈക്കെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. കാൽനടക്കാർ സഞ്ചരിക്കേണ്ട നടപ്പാത കയ്യേറിയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഉപഭോക്താക്കൾക്ക് കടന്നുപോകാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ്. ടൗണിൽ അനധികൃതമായി നിർത്തിയിടുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ അമർഷത്തിലാണ്. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കണമെന്ന് CSDS ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കയ്യേറ്റ ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് നൽകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വർഷങ്ങളായി ഇടുക്കി ജില്ലയെ കാർന്നു തിന്നുന്ന ഭൂമാഫിയക്കെതിരെ മാറിവരുന്ന ഉദ്യോഗസ്ഥർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവനും കൃത്യനിർവഹണത്തിനും സംരക്ഷണം നൽകാൻ ഗവൺമെന്റും പോലീസും തയ്യാറാകുന്നില്ല. ഇടുക്കി ജില്ലയിലെ ആയിരക്കണക്കിന് പട്ടികജാതി, പട്ടികവർഗ, ദളിത്, ക്രൈസ്തവ, പിന്നോക്ക വിഭാഗങ്ങൾക്ക് വീടും ഭൂമിയും ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇടുക്കി ജില്ലയിൽ ഈ ചതുരംഗക്കളി നടക്കുന്നത്. പാപ്പാത്തിച്ചോലയിൽ കയ്യേറ്റത്തിന് ഉപയോഗിച്ചത് മതവിശ്വാസത്തിന്റെ പേരിലുള്ള കുരിശാണ്. ഇടുക്കി ജില്ലയിലെ മതവിശ്വാസത്തിന്റെ പേരിൽ പുറമ്പോക്കിലും മലനിരകളിലും അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന മതസ്ഥാപനങ്ങളുടെ ചിഹ്നങ്ങൾ ജില്ലയിൽ കലാപങ്ങളിലേക്ക് വഴിമാറുന്നതിന് മുമ്പ് അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും CSDS ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി
ഇടുക്കി ജില്ലയിലെ കളക്ടറും സബ് കളക്ടറും ശക്തമായ നടപടികൾ സ്വീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരുടെ മനോവീര്യം കെടുത്തുന്ന നിലയിലേക്ക് ശാസിച്ചു എന്ന് വരെ നമുക്കറിയുന്ന സാഹചര്യമുണ്ട്. കാരണം കേരളത്തിലെ ആ പദവിയുടെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്മാറണം, അദ്ദേഹത്തിൻ്റെ ആ നടപടി പുനഃപരിശോധിക്കണമെന്നാണ് CSDCന് പറയാനുള്ളത്. അത് ഭൂമി കയ്യേറി പുറമ്പോക്കിലും അതുപോലെ അനധികൃതമായി കുരിശ് ഉൾപ്പെടെയുള്ള എല്ലാ മതത്തിൻ്റെയും, കാരണം ഹൈന്ദവ മതമായാലും ക്രൈസ്തവ മതമായും ഇസ്ലാം മതമായും അനധികൃതമായി പുറമ്പോക്കിൽ യാതൊരു രേഖകളുമില്ലാതെ നിർമ്മിച്ചിരിക്കുന്നത് ഏത് മതത്തിൻ്റെ ചിഹ്നങ്ങളായാലും നമ്മൾ അങ്ങനെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പൊളിച്ചു നീക്കി അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് ആ ഭൂമി ഗവൺമെൻറ് ഏറ്റെടുക്കണം. ആ ഏറ്റെടുക്കുന്ന ഭൂമി ആയിരക്കണക്കിന് വരുന്ന ഇടുക്കി ജില്ലയിലെ ഭൂരഹിതരായ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുവാനുള്ള നടപടികൾ അടിയന്തരമായി ഗവൺമെൻറ് സ്വീകരിക്കണം. കയ്യേറ്റ ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്യുകയും വേണം. കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച ഇടുക്കി കളക്ടറെയും സബ് കളക്ടറെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശാസിച്ച് മനോവീര്യം കെടുത്തിയ നടപടി കേരളത്തിന് അപമാനകരമാണെന്നും CSDS ഇടുക്കി താലൂക്ക് കമ്മിറ്റി ആരോപിച്ചു. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇല്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് CSDS നീങ്ങും. മാത്രവുമല്ല, ഉദ്യോഗസ്ഥർക്ക് CSDSന്റെ പിങ്ക് സേനയുടെ സംരക്ഷണം നൽകുമെന്നും CSDS ഇടുക്കി താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ CSDS ഇടുക്കി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് സാജു വള്ളക്കടവ്, സെക്രട്ടറി റെജി ജോസഫ്, വൈസ് പ്രസിഡന്റ് അജികുമാർ EC, ജോണി VJ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് B ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികൾക്ക് പാർട്ടി പിന്തുണ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുടിയേറ്റങ്ങളുടെ ചരിത്രമുള്ള ഇടുക്കി ജില്ല ഇന്ന് വ്യാപകമായ കയ്യേറ്റങ്ങളുടെ നാടായി മാറിക്കഴിഞ്ഞു. വൻകിട ഭൂമാഫിയ മുതൽ ആദ്യകാല കുടിയേറ്റ കുടുംബങ്ങൾ വരെ ഏക്കർ കണക്കിന് ഭൂമി യാതൊരു രേഖകളുമില്ലാതെ കൈവശം വെച്ചിരിക്കുകയാണ്. പരിസ്ഥിതിലോല പ്രദേശമായതിനാൽ ഹൈറേഞ്ചിൽ കെട്ടിടങ്ങൾക്ക് 6 നില വരെ പണിയാനാണ് അനുമതി. എന്നാൽ കയ്യേറ്റ ഭൂമികളിൽ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന റിസോർട്ടുകൾ പലതും 10 മുതൽ 15 നിലകൾ വരെയുള്ളതാണ്. പണത്തിന്റെയും ആർഭാടത്തിന്റെയും മുമ്പിൽ ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. മതങ്ങളെ വരെ ഇവർ വ്യവസായങ്ങൾക്ക് മറയാക്കുകയാണെന്നും കേരള കോൺഗ്രസ് B ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. അത് കുരിശായാലും അമ്പലമായാലും ഏത് മതവിഭാഗമായാലും കയ്യേറ്റം തന്നെയാണ്. അവർക്ക് നമുക്കറിയാൻ കഴിഞ്ഞു, ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കഴിഞ്ഞത് 3 പ്രാവശ്യം അവർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട്. 3 പ്രാവശ്യം നോട്ടീസ് കൊടുത്തതിന് ശേഷം അവർ മാറ്റാൻ തയ്യാറായില്ല. അതുമല്ല, നമ്മൾ ഓർക്കണം, നമ്മൾ സാധാരണ രീതിയിൽ ഒരു മലയിൽ കൊണ്ടുവന്ന് ഒരു കുരിശ് സ്ഥാപിച്ച് പോയി അവിടുത്തെ ഭക്തർ പോയി ഇല്ലെങ്കിൽ മതസ്ഥർ അവിടെ പോയി ഒരു പ്രാർത്ഥന നടത്തുന്ന സംവിധാനമല്ല അവിടെ. 30 ഏക്കർ സ്ഥലമാണ് അവിടെ വളഞ്ഞു പിടിച്ചേക്കുന്നത്. അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അതേത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിംമാരായാലും ആരായാലും അതിനൊന്നും ഒരു കാരണവശാലും നമ്മളാരും സപ്പോർട്ട് ചെയ്യരുത്. അതിനകത്ത് കുരിശെന്നോ ഓമെന്നോ ഒന്നും സംവിധാനമില്ല. ചെറുകിട കയ്യേറ്റം മുതൽ വൻകിട കയ്യേറ്റം വരെ ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത്. ഇടുക്കി ജില്ലയിലെ എല്ലാവിധ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണം. പാപ്പാത്തിച്ചോലയിൽ കയ്യേറ്റത്തിന് കടിഞ്ഞാനിട്ട സംസ്ഥാന സർക്കാരിനും റവന്യൂ വകുപ്പിനും സബ് കളക്ടർക്കും പാർട്ടി ഭാരവാഹികൾ അഭിനന്ദനം അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ PK ജയൻ, രവീന്ദ്രൻ ഇലവന്തിക്കൽ, അഗസ്റ്റിൻ മാത്യു, സുഗുണൻ ഏറത്തടത്തിൽ എന്നിവർ പങ്കെടുത്തു. കേരളത്തനിമയുടെ സാഹോദര്യം വിളിച്ചോതി പള്ളി വെഞ്ചരിപ്പിന് വിവിധ സമുദായങ്ങൾ കൈകോർക്കുന്നു. കാഞ്ചിയാർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ വെഞ്ചരിപ്പിനാണ് വിവിധ സമുദായ സംഘടനകൾ ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പള്ളിയും അമ്പലവും മസ്ജിദുമെല്ലാം നാടിന്റെ സമ്പത്താണ്. എന്നാൽ സാമുദായിക സാഹോദര്യം പഴയകാലത്തെ പോലെ ഇന്നില്ല. പരസ്പരം പഴി പറഞ്ഞും വെട്ടിയും കുത്തിയും കഴിയുന്ന കാലത്ത് നന്മയുടെ പഴയകാലത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ഗ്രാമവാസികൾ. കലാമൂല്യം കൊണ്ടും സാംസ്കാരിക പ്രവർത്തനത്തിനും പേരുകേട്ട കാഞ്ചിയാർ മതസൗഹാർദ്ദത്തിലും മതമൈത്രിയിലും മാതൃകയായിരിക്കുകയാണ്. കാഞ്ചിയാർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ വെഞ്ചരിപ്പിനാണ് കാഞ്ചിയാർ SNDP ശാഖായോഗവും ജുമാ മസ്ജിദുമെല്ലാം ആശംസകളുമായി രംഗത്ത് വന്നത്. ശാഖായോഗത്തിന്റെയും മസ്ജിദിന്റെയും ആശംസാ ഫ്ലെക്സ് ബോർഡുകൾ പള്ളിക്കവലയിൽ നിരന്നു കഴിഞ്ഞു. പുറത്തുനിന്ന് ₹1 പോലും പണപ്പിരിവ് നടത്താതെ നിർമ്മിച്ച കാഞ്ചിയാർ പള്ളി ഇടവകയിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിമാന സ്തംഭമാണ്. ആർക്കും അഭിമാനം നൽകുന്ന പള്ളിയുടെ വെഞ്ചരിപ്പ് നാടിന്റെ ഉത്സവമാക്കാനാണ് മറ്റ് മതസ്ഥരുടെയും തീരുമാനം. കാഞ്ചിയാറിലെ ഈ മതമൈത്രി മറ്റ് പ്രദേശത്തെ ജനങ്ങൾക്കും ഒരു മാതൃകയാവട്ടെ. തടിയുമായി പോയ ലോറി വാഗമണ്ണിൽ അകപ്പെട്ടത് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിന് കാരണമായി. വാഗമണ്ണിനും മൊട്ടക്കുന്നിനുമിടയിൽ ഒടിച്ചുകുത്തിയ വളവിലെ കുഴിയിൽ വീണാണ് അപകടം ഉണ്ടായത്. രാത്രി 12 മണിയോടെയാണ് റോഡിന് നടുവിലുള്ള കുഴിയിൽ ലോറി പെട്ടുപോയത്. ലോറിയുടെ മുൻവശത്തെ ടയർ കുഴിയിൽ വീഴുകയും പിന്നീട് കുഴിയിൽ നിന്ന് വാഹനത്തിന് കയറാൻ കഴിയാതെയും വന്നു.
ഇതോടെ വലിയ ഗതാഗത കുരുക്കുമായി. നാട്ടുകാരും പിന്നാലെ വാഹനത്തിൽ വന്നവരും ചേർന്ന് കുഴിയിൽ നിന്ന് ലോറി കയറ്റാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ലോറി റോഡിന് കുറുകെയായതിനാൽ ഒരു വാഹനത്തിനും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയുമുണ്ടായി. നേരം പുലർന്ന ശേഷം റോഡിന്റെ ഒരു വശത്തെ മണ്ണ് നീക്കി പാതയൊരുക്കിയാണ് ചെറുവാഹനങ്ങൾ കടത്തിവിട്ടത്. ചപ്പാത്തിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിലെ തടി മുഴുവൻ ഇറക്കിയ ശേഷമാണ് ലോറി ഇവിടെ നിന്ന് നീക്കിയത്. ഇന്ന് 11 മണിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇത്രയും സമയം വലിയ വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുകയും ചെയ്തു. ഇവിടെ ഇതിനു മുമ്പും കുഴിയിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നൂറുകണക്കിന് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് അപകടകരമായ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ടവേര കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. ഇടുക്കി ആലിൻചൂടിന് സമീപമാണ് അപകടം. കട്ടപ്പന സ്വദേശിയുടേതായിരുന്നു വാഹനം. ഇന്ന് രാവിലെ 6:30 കൂടിയാണ് ഉപ്പുതറയിൽ നിന്നും ചെറുതോണിക്ക് വരികയായിരുന്ന കട്ടപ്പന സ്വദേശികളുടെ ടവേര കാർ ഇടുക്കി ആലിൻചൂടിന് സമീപം നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ചെറുതോണി കൊച്ചിൻ മോട്ടോഴ്സിലെ ജീവനക്കാരായിരുന്നു യാത്രക്കാർ. ആർക്കും പരിക്കേറ്റില്ല. റോഡിലെ മൺതിട്ടയിൽ ഇടിച്ച വാഹനം എതിർദിശയിലെ കൊക്കയിലേക്ക് തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം. നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ടിരുന്ന കാറുകളിൽ ഇടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. ചെറുതോണി ടൗണിൽ ഇന്ന് വൈകിട്ട് 4:30 അപകടം നടന്നത്. ദമ്പതിമാർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന 2 കാറുകളിൽ ഇടിച്ച് യാത്രക്കാരായ ദമ്പതിമാർക്ക് പരിക്കേറ്റു. തടിയമ്പാട് മണിമലയിൽ അഗസ്റ്റിൻ തോമസ് 65 വയസ്സ്, ഭാര്യ ഏലിക്കുട്ടി 58 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി ഭാഗത്തു നിന്നും ഇവർ സഞ്ചരിച്ച മാരുതി വാഗണാർ കാർ ചെറുതോണി പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ആലുവ അമ്പാട്ടുകാവ് സ്വദേശി നിയാസിന്റെ KL 41K 8556 നമ്പർ കാറിന്റെ പിന്നിലിടിച്ചു. ഈ വാഹനം മുൻപിൽ നിർത്തിയിട്ടിരുന്ന ചെറുതോണി തേലമ്പുറത്ത് സെയ്ദ് മുഹമ്മദിന്റെ KL 36C 5826 നമ്പർ കാറിന്റെ പിന്നിലും ഇടിക്കുകയായിരുന്നു. നിയാസിന്റെ വാഹനത്തിന് ഏറെ കേടുപാടുകൾ സംഭവിച്ചു. ഇടുക്കി അണക്കെട്ട് സന്ദർശിക്കുവാൻ കുടുംബസമേതം എത്തിയതായിരുന്നു നിയാസ്. അപകട സമയം ഇവരുടെ വാഹനത്തിൽ ആളുണ്ടായിരുന്നില്ല. ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ സിവിറ്റൻ ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മറയൂർ ചന്ദന ഡിവിഷനിലെ നാച്ചിവയൽ ചന്ദന റിസർവ് കേന്ദ്രീകരിച്ച് ചന്ദന മരത്തിന്റെ വേരുകൾ മുറിച്ച് വിൽപ്പന നടത്തി വന്ന സംഘത്തിലെ ഒരു പ്രതി കൂടി അറസ്റ്റിലായി. കൊട്ടാക്കമ്പൂർ ഗൂഡല്ലൂർ സ്വദേശി മുരുകേശനാണ് വനപാലകരുടെ പിടിയിലായത്. ഡിസംബർ മാസത്തിൽ നാച്ചുവയൽ ചന്ദന റിസർവിൽ നിന്നും വാച്ചറുടെ സഹായത്തോടെ ചന്ദനം മുറിച്ചു കടത്തുന്നതിനിടയിൽ വനപാലകരും ഡോഗ് സ്ക്വാഡും ചേർന്ന് കർപ്പൂരക്കുടി സ്വദേശി വേലുസ്വാമി, തായണൻകുടി സ്വദേശി ദേവരാജൻ എന്നിവർ പിടിയിലാവുകയും ചെയ്തു. ഇവരോടൊപ്പമുണ്ടായിരുന്ന മുരുകേശൻ, സോമു എന്നിവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ സംഘത്തിലെ സോമുവാണ് ഇനി പിടിയിലാകാനുള്ളത്. 4 മാസമായി ഒളിവിലായിരുന്ന മുരുകേശൻ കഴിഞ്ഞ ദിവസം രാത്രി കർപ്പൂരക്കുടിയിലെ ഭാര്യ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നാച്ചുവയൽ സ്റ്റേഷനിലെ വനപാലകർ നടത്തിയ തെരച്ചിലിലാണ് ഇയാൾ പിടിയിലായത്. നാച്ചുവേൽ ഡെപ്യൂട്ടി റേഞ്ചർ മുനാസിർ അഹമ്മദ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഷിനോജ് മോൻ, ജോസുകുട്ടി, വിൽവിച്ചൻ വർഗീസ്, രതീഷ് മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. എഴുകുംവയൽ കോടാലിക്കവല നീലാണ്ടൻകവല റോഡ് തകർന്ന് യാത്ര ദുർഘടമായി. 100 കണക്കിന് കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗമാണ് ദുരിതത്തിലായിരിക്കുന്നത്. ടാറിംഗ് പൂർത്തിയായി വർഷങ്ങൾ ഏറെ കഴിഞ്ഞെങ്കിലും എഴുകുംവയൽ കോടാലിക്കവല നീലാണ്ടൻകവല റോഡിന് നാളിതുവരെ അറ്റകുറ്റപ്പണികൾക്കായി ഫണ്ട് അനുവദിച്ചില്ല. ടാറിംഗ് തകർന്ന് കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് ഈ പാത. നിരവധി കാർഷിക കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നീലാണ്ടൻകവല നിവാസികളുടെ ഏക സഞ്ചാരമാർഗമാണ് ദുരവസ്ഥ നേരിടുന്നത്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഫണ്ട് അനുവദിച്ചതായി പറയപ്പെടുന്നുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ നാട്ടുകാർ ആശങ്കാകുലരാണ്. എത്രയും വേഗം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. വെള്ളിലാങ്കണ്ടത്ത് അവധിക്കാല ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിച്ചു. 14 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 19-ാം തീയതിയാണ് വെള്ളിലാങ്കണ്ടത്ത് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായത്. വെള്ളിലാങ്കണ്ടം ചാർമിനാർ ക്ലബ്ബാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ലബിന്റെ 3ാമത് അവധിക്കാല ക്രിക്കറ്റ് ടൂർണമെന്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വർഷത്തെ ക്രിക്കറ്റ് ടൂർണമെന്റ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് ഞങ്ങൾ ഈ ടൂർണമെന്റ് തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് 10,001 രൂപയായി, സെക്കൻഡ് പ്രൈസ് 5,001 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ എവറോളിംഗ് ട്രോഫി കൊടുക്കുന്നത് നമ്മുടെ സാജനാണ്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 14 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 20 വയസ്സിൽ താഴെയുള്ളവരുടെ ടൂർണമെന്റാണ് നടക്കുന്നത്. കുട്ടികളുടെ കായികപരമായ കഴിവിനെ പരിപോഷിപ്പിക്കുകയാണ് ടൂർണമെന്റിന്റെ ഉദ്ദേശം. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന ടീമിന് എവറോളിംഗ് ട്രോഫിയും 10,001 രൂപയുമാണ് സമ്മാനം. 2ാം സ്ഥാനക്കാർക്ക് എവറോളിംഗ് ട്രോഫിയും 5,001 രൂപയും നൽകും. നാളെ ടൂർണമെന്റിന്റെ ഫൈനൽ നടക്കും. ചെമ്പകപ്പാറ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 18ാമത് പ്രതിഷ്ഠാവാർഷിക തിരുവുത്സവത്തിന് തുടക്കമായി. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കുടുംബ സർവൈശ്വര്യ പൂജ ശ്രദ്ധേയമായി.
ഗ്രഹങ്ങളിൽ സന്ധ്യാദീപം തെളിക്കുന്ന ലക്ഷ്മി വിളക്കുകളുമായാണ് അമ്മമാരും പെൺകുട്ടികളും അടങ്ങുന്ന നാരീജനങ്ങൾ കുടുംബ സർവൈശ്വര പൂജയ്ക്കായി ചെമ്പകപ്പാറ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെത്തിയത്. നിലവിളക്കിൽ തിരിയിട്ട് ജ്വലിപ്പിച്ച ആചാര്യ മുഖേന ഉരുക്കഴിക്കപ്പെടുന്ന മന്ത്രശീലുകളുടെ അകമ്പടിയോടെ പുഷ്പദീപ ധൂപാദികളാൽ അർച്ചന ചെയ്യുമ്പോൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പുണ്യം ഓരോ ഗ്രഹങ്ങളിലും ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം. ക്ഷേത്രം മേൽശാന്തി പ്രതീഷ് ശാന്തികൾ കുടുംബ സർവൈശ്വര പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിഷ്ണു മനോജ്, അരുൺ മധു തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു. ശാഖാംഗങ്ങളായ നിരവധി ഭക്തജനങ്ങൾ കുടുംബ സർവൈശ്വര പൂജയിലും ക്ഷേത്ര ചടങ്ങുകളിലും സന്നിഹിതരായി. എല്ലാ മതവിശ്വാസത്തിന്റെയും അടിത്തറ സ്നേഹമാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ മാത്യു അറക്കൽ കട്ടപ്പന സെന്റ് ജോർജ് ഫൊറാന പള്ളിയിൽ യൗസപിതാവിന്റെ തിരുനാളും ഇടവക ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള യൂറീസിൻ്റെ ഏറ്റവും സജീവത്വം നിറഞ്ഞിരിക്കുന്ന ഒരു രൂപമായിട്ട് എനിക്കിത് തോന്നുകയാണ്. കുതിരയുടെ കണ്ണിൽ നിന്ന് തന്നെ എപ്പോഴും ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കും. സാർ കുതിര ഇങ്ങനെ എപ്പോഴും കണ്ണിൽ വെള്ളം വരുമെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു, യഥാർത്ഥത്തിൽ കുതിരയ്ക്ക് ഇങ്ങനെ കണ്ണിൽ വെള്ളം വരുമെന്ന്. അപ്പോൾ അതുവരെ വളരെ സ്പഷ്ടമായിട്ട് കാണപ്പെട്ടിരിക്കുന്ന ഒന്ന്. പുതിയതായി സ്ഥാപിച്ച ഗീവർഗീസിന്റെ തിരുസ്വരൂപത്തിന്റെ വെഞ്ചരിപ്പും ബിഷപ്പ് നിർവഹിച്ചു. കുമ്പിളിന്റെ ഒറ്റത്തടിയിലാണ് അതിമനോഹരമായ രൂപം കൊത്തുപണി ചെയ്തിരിക്കുന്നത്. ഫൊറോന വികാരി ഫാദർ അഗസ്റ്റിൻ കാരിപ്പുറം, ഫാദർ മാത്യു കൊച്ചുമണിക്കുന്നേൽ, ഫാദർ വർഗീസ് മാടൻ, ഫാദർ ഫ്രാൻസിസ് മണ്ണാപറമ്പിൽ, ഫാദർ ജോസഫ് മരുതോലിൽ, ഫാദർ ജോൺ മഞ്ഞനാനിൽ തുടങ്ങിയവർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ വർഗീസ് കൊച്ചുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണവും സ്നേഹവിരുന്നും നടന്നു. കട്ടപ്പന സെന്റ് ജോർജ് CSC ദേവാലയത്തിൽ വൊക്കേഷണൽ ബൈബിൾ ക്ലാസ് നടന്നു. പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ റാലിയും നടന്നു. CSI സഭയുടെ ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതി കുഞ്ഞുങ്ങളുടെ ആത്മീയ പരിപോഷണത്തിനായി നടത്തുന്ന കർമ്മപരിപാടിയിൽ ഒന്നാണ് വെക്കേഷണൽ ബൈബിൾ സ്കൂൾ. കട്ടപ്പന സെന്റ് ജോൺ CSC ചർച്ചിൽ 100 കുട്ടികൾ സംബന്ധിച്ച VBSന് ഇടവക വികാരി ഫാദർ ബിനു കുരുവിള ജോസ്, ഈസ്റ്റ് കേരള മഹാ ഇടവക സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ബിനോയ് P. ജേക്കബ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. വ്യത്യസ്തമായി കാണുക എന്ന ചിന്താവിഷയം ആസ്പദമാക്കി മനോഹരമായ പാട്ടുകളും ക്ലാസുകളും VBSൽ നടത്തപ്പെട്ടു. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത്. സമാപന ദിവസം കുട്ടികളുടെ റാലിയും വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് KG's ജ്വല്ലറി. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ ഇക്കോ ഷോപ്പിൽ ജനത്തിരക്കേറുന്നു. പോളി ഹൗസുകളിൽ ഉത്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളാണ് ഇക്കോ ഷോപ്പിലൂടെ വിൽപ്പന നടത്തുന്നത്. നേർക്കാഴ്ചയിലേക്ക്. കട്ടപ്പന നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിഷപ്പച്ചക്കറികളുടെ ഉപയോഗം കുറയ്ക്കുക, കർഷകരുടെ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക, ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക, വിപണനത്തിനായി പുതിയ മേഖലകൾ കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ജൈവ പച്ചക്കറി ഫാമും ഇക്കോ ഷോപ്പും ആരംഭിച്ചത്. ബാങ്കിന്റെ മേൽനോട്ടത്തിൽ 10 പോളി ഹൗസും 25 മഴമറകളുമാണ് ഇപ്പോൾ ഉള്ളത്. പച്ചക്കറി ഉൽപാദനം മുതൽ വിപണനം വരെയുള്ള എല്ലാ ഘട്ടത്തിലും പ്രത്യേകം പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ മേൽനോട്ടത്തിലാണ് കൃഷികൾ നടക്കുന്നത്. പോളി ഹൗസിൽ കൂടിയുള്ള കൃഷി ഇന്ന് വളരെ ആദായകരമായ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അത് കൃഷിക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള സ്ഥലം കൂടി നമ്മളിപ്പോൾ പോളി ഹൗസും അതോടൊപ്പം തന്നെ റെയിൻ ഷെൽട്ടറും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഈ ഒരു ഫാമിൽ നിന്ന് ബാങ്കിന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ വിപണന കേന്ദ്രമായ എക്കോ ഷോപ്പിൽ എപ്പോഴും നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. തൊവരയാറ്റിൽ 5000 ചതുരശ്രയടി വിസ്തീർണമുള്ള സ്ഥലത്താണ് ബാങ്ക് ആധുനിക ജൈവ പച്ചക്കറി തോട്ടം തയ്യാറാക്കിയിരിക്കുന്നത്. തക്കാളി, ബ്രോക്കോളി, ക്യാപ്സിക്കം,
അച്ചിങ്ങ, ചീര, കുക്കുംബർ, ബീൻസ്, പച്ചമുളക്, ക്യാബേജ്, പാവയ്ക്ക, വഴുതന, ക്യാരറ്റ്, വെള്ളരി തുടങ്ങി പോളിഹൗസിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും വട്ടവടയിൽ നിന്നും ശേഖരിച്ച പച്ചക്കറി ഇനങ്ങളുമാണ് ഇക്കോ ഷോപ്പിലൂടെ വിപണനം ചെയ്യുന്നത്. കൂടാതെ ജൈവ പച്ചക്കറി കൃഷിക്കായി ഹൈടെക് കൃഷിയിടം തയ്യാറാക്കുവാൻ രംഗത്ത് വന്ന കർഷകർക്ക് ആവശ്യമായ തുക പലിശരഹിതമായും ബാങ്ക് നൽകുന്നുണ്ട്. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 3 മുതൽ 8 വരെയാണ് ബാങ്കിനോട് ചേർന്ന് ഇക്കോ ഷോപ്പ് പ്രവർത്തിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. കുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന മാസ് എന്റർപ്രൈസസ് മണ്ടൻമേട് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 352, വിൽപ്പനയ്ക്ക് വന്നത് 65,983, വിൽപ്പന നടന്നത് 65,983. കൂടിയ വില 1,211, ശരാശരി വില 979. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 560 രൂപ, ഏലം കൂടിയത് 800, ശരാശരി 670. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 125 രൂപ, ഗ്രാമ്പു 600 രൂപ, കൊക്കോ 35 രൂപ, റബ്ബർ 130 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2800 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർക്ക്, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂട്ട്സ്, നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാർ പാപ്പാത്തിച്ചോരയിൽ വീണ്ടും കുരിശ് സ്ഥാപിച്ച സ്പിരിറ്റ് ഇൻ ജീസസിന്റെ 2 പ്രവർത്തകർ അറസ്റ്റിൽ. ദേവികുളം സബ് കളക്ടർ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണോ എന്ന് സംശയിക്കുന്നതായി മന്ത്രി MM മണി. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ തമിഴ്നാട് നീക്കം ചെയ്തു. കമ്പംമെട്ടിൽ സംഘർഷാവസ്ഥ. ബൈസൺവാലി പഞ്ചായത്തിൽ കാട്ടാനശല്യം രൂക്ഷം. നാട്ടുകാർ സമരത്തിൽ. കാട്ടാനശല്യത്തിന് പരിഹാരം കാണുമെന്ന് ദേവികുളം DFO. ഹൈറേഞ്ചിന് ആവേശമായി ഹാഫ് മാരത്തോൺ. മാരത്തോൺ നടന്നത് നെടുങ്കണ്ടം മുതൽ രാമക്കൽമേട് വരെ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.